ഒപ്പിട്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാകാതെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിലെ IT പ്രൊഫഷണലുകൾക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത പദ്ധതിക്ക് പ്രതീക്ഷിച്ചതുപോലെ വൻകിട ആഗോള ബ്രാൻഡുകളെ ആകർഷിക്കാനായില്ല. നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങളിൽ എത്ര നിക്ഷേപം വരുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭാവി പദ്ധതികൾ. 2011 ഒപ്പിട്ട കരാർ അനുസരിച്ച് 10 വർഷം കൊണ്ട് മിനിമം 82 ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടങ്ങളും 90,000 തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. സ്മാർട്ട് സിറ്റി സ്വയം നിർമ്മിച്ച ആദ്യ കെട്ടിടം പൂർണ്ണമായി വിവിധ കമ്പനികൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിലവിലുള്ള കമ്പനികളിലെല്ലാം കൂടി 5000-ഓളം പേർക്ക് മാത്രമാണ് പ്രത്യക്ഷത്തിൽ ജോലി ലഭിച്ചത്. പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയെന്ന് സാരം. 10 വർഷം കൊണ്ട് ഏകദേശം 90,000-ഓളം തൊഴിലവസരങ്ങൾ നേരിട്ടും അതുകൂടാതെ ഇവിടെ വൻകിട കമ്പനികളെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കും എന്നൊരു വലിയ വാഗ്ദാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഭംഗിയാവുക. അതിനുശേഷം എടുക്കുന്ന വലിയൊരു കാലതാമസമുണ്ട്. അത് വലിയ നിരാശയാണ് ആക്ച്വലി നമ്മുടെ യുവാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 2014 പദ്ധതി ഭൂമി പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിച്ചത്. 246 ഏക്കറിൽ 29.5 ഏക്കർ ഭൂമി നിക്ഷേപകരായ ദുബായ് ഹോൾഡിംഗിന് സ്വതന്ത്ര ഉടമസ്ഥതയാണുള്ളത്. ബാക്കി 216 ഏക്കർ 99 വർഷത്തെ പാട്ടം വ്യവസ്ഥയിലും. കടമ്പ്രയാറിന്റെ തീരത്ത് കാടുപിടിച്ചു കിടന്ന 169 ഏക്കർ ഭൂമി വിവിധ കമ്പനികൾക്കായി നൽകിയിട്ടുണ്ട്. മിനിമം 62 ലക്ഷം ചതുരശ്രയടി നിർമ്മിത സ്ഥലം ITക്ക് മാത്രമായി വേണമെന്ന കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടുണ്ട്. പല കെട്ടിടങ്ങളുടെയും പണികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രളയവും കോവിഡ് പ്രതിസന്ധിയും നിർമ്മാണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കി. ടൗൺഷിപ്പ് പദ്ധതി കൂടി യാഥാർത്ഥ്യമായാൽ പദ്ധതി അല്പം സ്മാർട്ടാകുമെന്നാണ് വിലയിരുത്തൽ. മുസ്നാസു, മീഡിയ 1, കൊച്ചി.